ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡു, ഡസ്, ഡിഡ് എന്നീ ഓക്സിലറി വെർബ്സ് ഉപയോഗിച്ച് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളതാണ്. വളരെ കോമൺ ആയിട്ട് നമ്മൾ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡൂവും ഡസും ഡിഡും. അത് ഏത് രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഡൂവിൻ്റെയും ഡസിൻ്റെയും ഡിഡിൻ്റെയും മീനിങ് മലയാളത്തിൽ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം. ആദ്യം നോക്കുന്നത് ഡൂവിൻ്റെയും ഡസിൻ്റെയും മലയാളം മീനിങ് എന്ന് പറയുന്നത് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് പ്രസൻറ്റ് ടെൻസിലുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൂവും ഡസും യൂസ് ചെയ്യുന്നത്. അപ്പം ഡു യൂസ് ചെയ്യുന്നത് പറഞ്ഞതുപോലെ ഐ, വി, യു, ദേ എന്നുള്ള സബ്ജക്റ്റ് അഥവാ പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് ഐ, യു ഇതിൻ്റെ കൂടെയാണ് ഡു യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡസ് യൂസ് ചെയ്യുന്നത് ഹി, ഷീ, ഇറ്റ് പോലുള്ള സിംഗുലർ സബ്ജക്റ്റിൻ്റെ ഒപ്പമാണ്. അപ്പം അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതുക? ഹീ സ്പീക്സ് ഇംഗ്ലീഷ്. ഇവിടെ നമുക്കറിയാം വെർബിൻ്റെ കൂടെ ഡസ് ചേർക്കുമ്പോഴാണ് അവിടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരിക. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ടാണ് അവിടെ സ്പീക്സിൻ്റെ കൂടെ എസ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ചോദിക്കാം ഇതെങ്ങനെ ഇനി ഒരു ചോദ്യത്തിലേക്ക് മാറ്റും. ചോദ്യത്തിലേക്ക് മാറുമ്പോൾ അതെന്താവും? അവൻ ഇംഗ്ലീഷ് സംസാരിക്കുമോ? അപ്പം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒന്നേ ഉള്ളൂ. ആദ്യം ആ ഓക്സിലറി വെർബ് ഡസ് ഉപയോഗിക്കുക, പിന്നെ സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഒബ്ജക്റ്റ്. അതായത് ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ് എന്നുള്ളതാണ് അവൻ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. ദെൻ അടുത്തത് എന്താണ് പറയേണ്ടത് എന്ന് നിനക്കറിയാം. യു നോ വാട്ട് ടു സേ. നിനക്കറിയാം എന്താണ് പറയേണ്ടതെന്ന്. ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ മാറുക? എന്താണ് പറയേണ്ടത് എന്ന് നിനക്കറിയാമോ? അവിടെ സബ്ജക്റ്റ് യു ആയതുകൊണ്ട് ഏത് ഉപയോഗിക്കണം? ഡു ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കുക. ഡു യു നോ വാട്ട് ടു സേ. നിനക്കറിയാമോ എന്താണ് പറയേണ്ടത്? അപ്പം അവിടെയുള്ള ഫോർമാറ്റ് മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡു അല്ലെങ്കിൽ ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. പ്ലൂറൽ ആവുന്ന സമയത്ത് ഡു, സിംഗുലർ ആവുന്ന സമയത്ത് ഡസ്. ഇങ്ങനെയാണ് ഡൂവും ഡസും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഡിഡിൻ്റെ കേസ് നോക്കാം. ഡിഡിൻ്റെ മീനിങ് എന്താണ്? ചെയ്തു എന്നുള്ളതാണ്. അതായത് ഏത് സബ്ജക്റ്റ് ആയാലും അതിൻ്റെ കൂടെ പാസ്റ്റ് ടെൻസിൽ ചെയ്തു എന്ന മീനിങ്ങിലാണ് നമ്മൾ ഡിഡ് യൂസ് ചെയ്യുന്നത്. ഹി, ഷീ, ഇറ്റ്, ഐ, വി, യു, ദേ എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും ഡിഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം അവൻ അവൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അത് എങ്ങനെയാണ്? ഹി കംപ്ലീറ്റഡ് ഹിസ് വർക്ക്. ഇവിടെ എന്താണ് കംപ്ലീറ്റഡ് എന്നുള്ളത്? പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടുത്തെ ഓക്സിലറി വെർബ് ഡിഡ് ആയിരിക്കും. ഓക്കെ, നമുക്ക് അപ്പോൾ എങ്ങനെ ചോദിക്കാം? അവൻ കംപ്ലീറ്റ് ചെയ്തോ എന്നെങ്ങനെ ചോദിക്കും? ഡിഡ് ഹി കംപ്ലീറ്റ് ഹിസ് വർക്ക്. ഡിഡ് ഹി കംപ്ലീറ്റ് ഹിസ് വർക്ക്. ഡിഡ് വരുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡിഡ് ക്വസ്റ്റ്യൻ വേർഡായിട്ട് ഫസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വെർബിൻ്റെ V1 ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വീണ്ടും കംപ്ലീറ്റഡ് എന്നുള്ള പാസ്റ്റ് ഫോം അവിടെ ഉപയോഗിക്കാൻ പാടില്ല. ഡിഡ് ഹി കംപ്ലീറ്റ് ഹിസ് വർക്ക്. അവൾ ഇന്നലെ വന്നു. ഷീ കെയിം യെസ്റ്റർഡേ. അവൾ ഇന്നലെ വന്നു. അപ്പോൾ അവൾ ഇന്നലെ വന്നോ എന്ന് ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കും? ഡിഡ് ഷീ കം യെസ്റ്റർഡേ. കെയിം അവിടെ ഉപയോഗിക്കില്ല, കാരണം ഡിഡ് മുമ്പിൽ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട്. ഡിഡ് ഷീ കം യെസ്റ്റർഡേ. മനസ്സിലായല്ലോ? അപ്പം അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. ഈ ഫോർമാറ്റിലാണ് ഡിഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുന്നത്. അപ്പം ഇഫ് ദർ ഈസ് എ ക്വസ്റ്റ്യൻ വേർഡ്, അതായത് ഒരു സെൻറ്റൻസ് പറയുമ്പം അത് ചോദിക്കാൻ വേണ്ടി നമ്മളൊരു ചോദ്യം വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്. വാട്ട്, വിച്ച്, വേർ എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. ദ മാൻ സ്ലെപ്റ്റ് ഓൺ ദ ഫുട്പാത്ത്. ഒരു മനുഷ്യൻ ആ ഫുട്പാത്തിൽ ഉറങ്ങി എന്നതാണ്. സ്ലെപ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്ത് നമ്മൾ ഉപയോഗിക്കണം? ഡിഡാണ് ഉപയോഗിക്കേണ്ടത്. എവിടെ ഉറങ്ങി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കാം? വേർ. വേർ ഡിഡ് ദ മാൻ സ്ലീപ്പ്. ഡിഡ് കഴിഞ്ഞാൽ V1 ഉപയോഗിക്കണം, അതുകൊണ്ട് സ്ലീപ്പ്. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ, മൈ ഫാദർ വർക്ക്സ് അറ്റ് മെട്രോ. ഇവിടെ വർക്ക്സ് എന്നാണുള്ളത്, പ്രസൻറ്റ് ടെൻസ് ആണുള്ളത്. അപ്പം ഏതായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ട ഓക്സിലറി? ഡസ് ആണ്.
പിന്നെ എവിടെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരേണ്ടത് അല്ലേ. അപ്പോൾ എങ്ങനെ വരാം? വേർ ഡസ് യുവർ ഫാദർ വർക്ക്? വേർ ഡസ് യുവർ ഫാദർ വർക്ക്? മനസ്സിലായല്ലോ അല്ലേ. വി ലേൺ ഗ്രാമർ ടു യൂസ് ഇംഗ്ലീഷ്. നമ്മൾ ഗ്രാമർ പഠിക്കുന്നത് ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യനായിട്ട് എങ്ങനെ വരാം? വൈ ഡു വി ലേൺ ഗ്രാമർ? വൈ ഡു വി ലേൺ ഗ്രാമർ? അപ്പോൾ മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻ വേർഡുള്ള ഒരു സെൻറ്റൻസിന്, അതായത് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ വേർഡ് വേണ്ടി വരികയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ വേർഡ് ഫസ്റ്റ് യൂസ് ചെയ്യുക. പിന്നെ ഡു, ഡസ്, ഡിഡ് ഇതിലേതാണോ സബ്ജക്റ്റിനനുസരിച്ച് ചൂസ് ചെയ്യുക. ദെൻ സബ്ജക്റ്റ്, വെർബ്. ഇതാണ് ഡു, ഡസ്, ഡിഡ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുന്ന ഫോർമാറ്റ്. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സെൻറ്റൻസുകളൊന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കുക. അവൻ നന്നായി പഠിക്കുമോ? നീ നന്നായി പഠിച്ചിട്ടുണ്ടോ? അവൾ എന്താണ് പഠിപ്പിക്കുന്നത്? നിനക്ക് എന്നെ അറിയുമോ? ഈ സെൻറ്റൻസ് ഒന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റാനായിട്ട് ശ്രമിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. താങ്ക്